നമ്മുടെ ലാപ്ടോപ്സ്, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതിലെല്ലാം ലിഥിയം അയൺ ബാറ്ററീസ്, അതുപോലെ ലിഥിയം പോളിമർ ബാറ്ററീസ് എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, അതുപോലെ പലതരം തീപിടുത്തങ്ങൾ, അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എങ്ങനെ മറികടക്കാന്നുള്ള രീതിയിലാണ് ആളുകൾ, റിസർച്ചേഴ്സ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം വെള്ളത്തിലാണ് ട്രീറ്റ് ചെയ്തത്. വാട്ടർ പ്രോസസ്സബിളാണ്, മുഴുവനായിട്ടും വെള്ളത്തിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പൊട്ടിത്തെറികളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ എൻ്റെ ഏരിയയിൽ ഏറ്റവും നല്ല എക്സൽ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യം എന്ന് പറയുന്നതും സൗത്ത് കൊറിയ ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സൗത്ത് കൊറിയയിൽ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിഷൻസ് എല്ലാം വന്നപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ സൗത്ത് കൊറിയയ്ക്ക് പോകുമായിരുന്നു. യൂണിവേഴ്സിറ്റിയിലുള്ള സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ല സപ്പോർട്ടാണ്. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഫണ്ടിങ്ങുകൾ വളരെ കൂടുതലാണ് കൊറിയയിൽ. ഗവൺമെൻറ് ഫണ്ടിങ്ങുകളുണ്ട്, അതുപോലെ നമുക്ക് ഈ കമ്പനികൾ, ഈ സാംസങ് പോലത്തെ കമ്പനികളും കോർപ്പറേറ്റുകളുടെ ഒക്കെ ഫണ്ടിങ്ങുകളുണ്ട്. നമസ്കാരം. പരിസ്ഥിതി സൗഹൃദ ബാറ്ററി കണ്ടുപിടിച്ചതിന് മലയാളി യുവാവിന് കൊറിയൻ സർക്കാരിന്റെ അംഗീകാരം. കോട്ടയം കോപ്പള്ളി സ്വദേശിയായ ദീപുവാണ് ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. ദക്ഷിണ കൊറിയയിൽ ക്യൂംപുക് നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് ദീപു. എന്താണ് ദീപു കണ്ടെത്തിയ ബാറ്ററിയുടെ സവിശേഷതകളൊക്കെ? എൻ്റെ റിസർച്ചിൽ പ്രധാനമായിട്ടും സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ് ഞാനിവിടെ അതിലാണ് റിസർച്ച് ചെയ്യുന്നത്. സാധാരണമായിട്ടും നമ്മളിപ്പോൾ ഫോണിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്സ്, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതിലെല്ലാം ലിഥിയം അയൺ ബാറ്ററീസ്, അതുപോലെ ലിഥിയം പോളിമർ ബാറ്ററീസ് എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ്, അതുപോലെ ഓർഗാനിക് സോൾവെൻസ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, അതുപോലെ പലതരം തീപിടുത്തങ്ങൾ, അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എങ്ങനെ മറികടക്കാന്നുള്ള രീതിയിലാണ് ആളുകൾ, റിസർച്ചേഴ്സ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ്സ് ഫുള്ള് മുഴുവനായിട്ടും ഹരാവസ്ഥയിലാണ്. എന്നിരുന്നാൽ കൂടി ഈ പറയുന്ന നോർമൽ ആയിട്ടുള്ള ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ അത്രയും പെർഫോമൻസ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസും കൂട്ടണം, അതുപോലെ തന്നെ ഓൾറെഡി സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് പൊതുവേ സേഫറാണ്. എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ പെർഫോമൻസും എൻഹാൻസ് ചെയ്യണം. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, നമുക്ക് ഈ പറയുന്ന മൊത്തം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്നാലും നമുക്ക് ചീപ്പറായിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം വെള്ളത്തിലാണ് ട്രീറ്റ് ചെയ്തത്. വാട്ടർ പ്രോസസ്സബിളാണ്. അപ്പം ഈ പറയുന്ന വെള്ളം കൊണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത്, അതായത് പ്രത്യേകിച്ച് ആസിഡുകളോ അങ്ങനത്തെ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും വെള്ളത്തിൽ പ്രോസസ്സ് ചെയ്തു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയത്തിൻ്റെ സോൾട്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലെയും അതുപോലെ വാഹനങ്ങളിലൊക്കെ ബാറ്ററിയിലെ ലിഥിയം സോൾട്ടുകൾ എന്ന് പറയുന്നത് ഹാലജൻ കണ്ടെയ്ൻ ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടെ അപകടകരമായിട്ട് UN-ന്റെ ട്രീറ്റിയിലൊക്കെ ഹസാഡസ് മെറ്റീരിയലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കുറേ കെമിക്കൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മുടെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജനേറ്റഡ് അല്ലാത്ത, നോൺ ഹാലജനേറ്റഡ് ആയിട്ടുള്ള ലിഥിയം സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതൊരു പ്രത്യേകതയാണ്. മുഴുവനായിട്ടും വെള്ളത്തിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പൊട്ടിത്തെറികളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് വളരെയധികം കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സോളിഡ് സ്റ്റേറ്റ്സിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ഒരു റിസർച്ചിൽ കണ്ടെത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു പോളിമർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന ഇനോർഗാനിക് പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് പറ്റി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിസ്ഥിതി സൗഹൃദകരമായിട്ടുള്ള, എന്നാൽ പ്രത്യേകിച്ച് പൊട്ടിത്തെറികളോ അപകടങ്ങളോ ഒന്നും ഇല്ലാത്ത, നമുക്ക് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഹരാവസ്ഥയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇവിടെ. അതും ബാറ്ററിക്കും സൂപ്പർ കപ്പാസിറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടെടുത്തുള്ളത്. അതിനാണ് കൊറിയൻ ഗവൺമെന്റിന്റെ പേറ്റന്റ് ലഭിച്ചിട്ടുള്ളത്. ഈ പരിസ്ഥിതി സൗഹൃദം എന്നൊരു കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് താങ്കൾ എത്തിച്ചേരുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് നമ്മളിപ്പോൾ പണ്ട് നമ്മുടെ ബാറ്ററികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ലെഡ് ആസിഡ് ബാറ്ററികളാണ് ആദ്യം തുടങ്ങിയത്. റിസർച്ചുകളൊക്കെ സെക്കൻഡറി ബാറ്ററിയിൽ തുടങ്ങുമ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി, പക്ഷെ അതിൽ ആസിഡിൻ്റെ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആളുകൾ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ നിക്കൽ കാഡ്മിയം ബാറ്ററികൾ ഇറങ്ങി, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററികൾ ഇറങ്ങി.
ഇതൊക്കെ ഇറങ്ങിയപ്പോഴും ഇതിലൊന്നും പരിസ്ഥിതി സൗഹൃദമല്ല. ഇപ്പം നിക്കൽ, കാഡ്മിയത്തിന്റെ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ലെഡിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പം ഇതൊന്നും പരിസ്ഥിതി സൗഹൃദമല്ല. പക്ഷെ പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് വളരെ റെവല്യൂഷണലൈസ് ആയിട്ട് ഈ പറയുന്ന ലിഥിയം അയൺ ബാറ്ററീസ് ഇറങ്ങിയത്. അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ കൂടി സേഫ്റ്റി ഫീച്ചേഴ്സ് വളരെ കുറവാണ്. കാരണം ലിഥിയം എന്ന് പറയുമ്പം നമ്മൾ ഈ ലിഥിയം മെറ്റൽ ആയിക്കോട്ടെ, വെള്ളമായിട്ടൊക്കെ ഭയങ്കരമായിട്ടും റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഥിയം അയൺ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. പെർഫോമൻസ് വളരെ കൂടുതലാണ്. എങ്കിൽ കൂടി അത് അത്ര പ്രകൃതിക്ക് നല്ലതല്ല. ഈ പറയുന്ന പോളാർ ഓർഗാനിക് സോൾവെന്റ്സ് വെച്ചിട്ടൊക്കെയാണ് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സുകൾ ട്രീറ്റ് ചെയ്യുന്നത്. ബാറ്ററിക്കുള്ളിലും കപ്പാസിറ്ററിനുള്ളിലൊക്കെ അതായത് ഉള്ളത് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. അപ്പം ഇത് ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡുകളൊക്കെ വെച്ചിട്ടാണ് ഈ ലിഥിയം അയൺ ബാറ്ററിയിൽ. അപ്പൊ അതും ആലോചിച്ച് നോക്കിയപ്പം അതും ഒരു പ്രശ്നമാണ്. എന്താണ്, പരിസ്ഥിതി സൗഹൃദമല്ല. പിന്നെ ഈ പറയുന്ന പോലെ റീസെന്റ് അപകടങ്ങളൊക്കെ, ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ അപകടങ്ങൾ, പൊട്ടിത്തെറികളും അതുപോലെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ആളുകൾ ഫോണൊക്കെ നമ്മൾ കുറേ നേരം ചാർജ് ചെയ്ത് യൂസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫോണുകളൊക്കെ പൊട്ടിത്തെറിച്ചായിട്ടൊക്കെ വാർത്തകളിലൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലിഥിയം ഒരു ഈ അടുത്ത കാലങ്ങളിലൊക്കെ കമ്പനികളെല്ലാം ലിഥിയം പോളിമർ ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അപ്പോൾ അതിൽ ലിഥിയം സോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ പോളിമർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഫ്ലെക്സിബിൾ ആക്കാം ബാറ്ററി കുറച്ചുകൂടെ. ഇപ്പം സാംസങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും ഫോൾഡ്, ഫ്ലിപ്പ് ഈ മോഡലുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്കറിയാം ഫോൺ തന്നെ ഇറ്റ്സെൽഫ് ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ ബാറ്ററികളൊക്കെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ലിഥിയം അയൺ ബാറ്ററികളെ സംബന്ധിച്ച് ലിഥിയം പോളിമർ ബാറ്ററിക്ക് കുറച്ചുകൂടെ കൂടുതലാണ്. പെർഫോമൻസ് ഇച്ചിരി ഒരു പടിക്ക് കുറവാണെങ്കിൽ കൂടി അപ്പോഴും മുഴുവനായിട്ടും ഇത് പരിസ്ഥിതി സൗഹൃദമല്ല. കാരണം ലിഥിയം പോളിമർ ബാറ്ററിയിലും ഈ പോളിമർ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഓർഗാനിക് സോൾവെന്റ്സ് വെച്ചിട്ടാണ്. അപ്പം ഇതിനൊരു ബദലായിട്ട് ശരിക്കും എന്താണ് ഇതിനൊരു ബദൽ എന്നുള്ള രീതിയിൽ റിസർച്ചേഴ്സ് നോക്കി നിന്നപ്പോഴാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ബാറ്ററികളിൽ നമുക്ക് ഉൾപ്പെടുത്താം, ലിക്വിഡിന് പകരം സോളിഡ് ഉൾപ്പെടുത്താം എന്നത് വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ അപകടങ്ങൾ ഒഴിവാകും. പക്ഷെ അത് പരിസ്ഥിതി സൗഹൃദമായിരിക്കണം. അതുപോലെ ഈ പറയുന്ന ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ അതേ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതേ പ്രത്യേകതകളോ അല്ലെ പെർഫോമൻസോ നമുക്ക് കിട്ടണം, ഇല്ലെങ്കിൽ കാര്യമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്, എന്തുകൊണ്ട് ഫുള്ളി വാട്ടർ പ്രോസസ്സബിൾ ആയിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നത്. അങ്ങനെ നമ്മൾ പരീക്ഷണങ്ങളെല്ലാം ചെയ്തപ്പോൾ, എക്സ്പെരിമെന്റ്സ് ചെയ്തപ്പം നല്ല റിസൾട്ടുകൾ തന്നെയാണ് കിട്ടിയത്. പക്ഷെ അപ്പോഴും പെർഫോമൻസ് കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കുറച്ച് ഇനോർഗാനിക് പാർട്ടിക്കിൾസും പോളിമേഴ്സും ഇതെല്ലാം വെള്ളത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും പരിസ്ഥിതി അത് എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടിയപ്പം നമുക്ക് പേറ്റന്റ് ലഭിച്ചു. നമ്മുടെ കേരളത്തിന് കിട്ടേണ്ടതാണ്. എങ്ങനെയാണ് താങ്കൾ കൊറിയയിൽ എത്തിച്ചേർന്നത്? ഞാൻ പഠിച്ചത് കോട്ടയം CMS കോളേജിലാണ്. അപ്പൊ സാധാരണ എല്ലാവരെയും പോലെ തന്നെ PG ഒക്കെ കഴിഞ്ഞ്, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ജോലിയൊക്കെ എവിടെ പോകും ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നൊരു സമയം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം CMS കോളേജിലെ ടീച്ചേഴ്സ് എല്ലാം തന്നെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവിടെ നല്ലൊരു റിസർച്ച് എൻവയോൺമെന്റ് ഉണ്ട്. അപ്പം അവരാണ് എനിക്ക് ഈ പറയുന്ന പോലെ എബ്രോഡ് PhD ചെയ്താൽ കൊള്ളാം ഇങ്ങനെയൊക്കെ ഒരു മോട്ടിവേഷൻ തന്നത്. അതിന്റെ ഭാഗമായിട്ട് PG കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെ റിസർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലാബിൽ എങ്ങനെയാണ് റിസർച്ച് നടക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ MSc CMSലാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയിലായിരുന്നു PG. അതിനുശേഷം MG യൂണിവേഴ്സിറ്റിയിൽ സുരേഷ് മാത്യു സാറിൻ്റെ അണ്ടറിൽ കുറച്ച് നാൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് എക്സ്പെരിമെന്റുകൾ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പേപ്പർ പബ്ലിക്കേഷൻസ് ഉണ്ടാകുക. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്റർനാഷണൽ ജേണൽസിലെല്ലാം പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതെല്ലാം അങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു. അതിനുശേഷം കുറേ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്തു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് കുറേ ഇപ്പോൾ US ആണെങ്കിൽ ഓരോ രാജ്യങ്ങളും PhD അപ്ലൈ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ രീതികൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും ഇപ്പം എൻ്റെ ഫീൽഡിന്, അതായത് ഇപ്പം ഹ്യുണ്ടായി ആയിക്കോട്ടെ, കിയ, സാംസങ്, LG, നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം സൗത്ത് കൊറിയയുടെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എൻ്റെ ഏരിയയിൽ ഏറ്റവും നല്ല എക്സൽ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യം എന്ന് പറയുന്നതും സൗത്ത് കൊറിയ ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സൗത്ത് കൊറിയയിൽ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിഷൻസ് എല്ലാം വന്നപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ സൗത്ത് കൊറിയയ്ക്ക് പോകുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? സ്കൂൾ ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചത് അസംഷൻ ഹൈസ്കൂൾ പാലമ്പ്രയിലാണ്. കൂവപ്പള്ളി ഇവിടെ അടുത്ത് തന്നെയാണ്. പാലമ്പ്ര സ്കൂൾ എന്ന് പറയും, CMI സ്ഥാപനമാണ്. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. ഡിഗ്രി BSc കെമിസ്ട്രി CMS കോളേജ്, PG MSc അനലിറ്റിക്കൽ കെമിസ്ട്രി CMS കോളേജ്. ഇപ്പോൾ നിങ്ങൾ ഈ ഗവേഷണം നടത്തി ബാറ്ററി കണ്ടുപിടിച്ചല്ലോ, അപ്പോൾ അതിന്റെ വിപണന സാധ്യതകൾക്ക് എത്രത്തോളമാണെന്ന്
കണ്ടെത്തി അതിനെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലാബ് സ്കെയിലാണ് എല്ലാ റിസർച്ചുകളും ചെയ്യുക. അത് നമുക്ക് പ്രോട്ടോടൈപ്പ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതെല്ലാം ലാബ് സ്കെയിലാണ്. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഓരോ ലാബിനും ഓരോ പ്രത്യേകതയാണ്. ഈ കൊറിയയിലെ ഈ റിസർച്ചിനെ സംബന്ധിച്ച് കുറേ കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ, LG ആയിക്കൊള്ളട്ടെ, അപ്പം കുറേ കാർ കമ്പനികളായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകളിൽ നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ നമുക്ക് അവരുടെ കാറിൻ്റെയൊക്കെയാണെങ്കിലും ബാറ്ററീസ് നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളത് പ്രൊഫസേഴ്സ് സ്റ്റുഡൻസിനെ കൊണ്ട് എന്ത് ചെയ്യും, ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങനെ സ്റ്റുഡൻസും റിസർച്ചേഴ്സ് എല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഇതിനൊരു പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പം നമ്മൾ ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇത് നോക്കിയപ്പം പെർഫോമൻസ് വൈസ് എല്ലാം അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളത് കൊണ്ട് പേറ്റന്റ് ലഭിച്ചു. തുടർന്നുള്ള പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഇപ്പം ഈ പറയുന്ന കമ്പനീസ് ഒക്കെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അവർക്കിപ്പോൾ ഈ പേറ്റന്റിന്റെ നമുക്കിപ്പോൾ ഒരു ഹാൻഡ് ഓവർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർ തുടർന്ന് അവരുടെ ലാബിൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കിയതിന് ശേഷമായിരിക്കും ഇത് തുടർന്നുള്ള കൊമേഴ്ഷ്യലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നടക്കും. ഏതായാലും ഒരു മലയാളിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? യൂണിവേഴ്സിറ്റിയിലുള്ള സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ല സപ്പോർട്ടാണ്. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഫണ്ടിങ്ങുകൾ വളരെ കൂടുതലാണ് കൊറിയയിൽ. ഈ സൗത്ത് കൊറിയയിൽ കുറേ നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ IITs ഒക്കെ പോലെ. അപ്പോൾ അവിടെ ഇങ്ങനത്തെ റിസർച്ചുകൾക്ക് കുറേ ഫണ്ടിങ്ങുകൾ ഇപ്പം നിലവിലുണ്ട്. അപ്പം ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഫണ്ടിങ്ങുകളുണ്ട്. അതുപോലെ നമുക്ക് ഈ കമ്പനികൾ, ഈ സാംസങ് പോലത്തെ കമ്പനികളും കോർപ്പറേറ്റുകളിലൊക്കെ ഫണ്ടിങ്ങുകളുണ്ട്. അപ്പം നമ്മൾ ഇതിൽ കുറേ സ്റ്റുഡൻസ് ആണെങ്കിലും റിസർച്ചേഴ്സ് ആണെങ്കിലും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള പ്രോജക്ട്സുകൾ കുറേ ഉണ്ട്. അപ്പം നമ്മളിത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കുന്നു, പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നു ഇന്റർനാഷണൽ ജേർണൽസിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പേറ്റന്റ് ലഭിക്കുകയുണ്ടായി. ഇപ്പം ലീവിന് നാട്ടിൽ വന്നാണ്. വീട്ടിലെ വിശേഷം ആരൊക്കെയാണ്? വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, വൈഫുണ്ട്. പപ്പ ബാങ്കിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അമ്മ ഹൗസ് വൈഫാണ്. സിസ്റ്റർ ഇപ്പം ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നു. വൈഫ് തിരുവനന്തപുരത്ത് മദർ തെരേസ കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലേ? അതെ, എല്ലാവരും സന്തോഷത്തിലാണ്. സന്തോഷമല്ലേ? സന്തോഷമായി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ വളരെ സന്തോഷമായി. അമ്മയ്ക്ക് എന്താണ് പറയുക? എനിക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷമാണ്. എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവന് 5ാം ക്ലാസ് മുതൽ സയൻറ്റിസ്റ്റ് ആണെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദൈവത്തിനാണ് കൂടുതലും നന്ദി കൊടുക്കുന്നതിന്. പെട്ടെന്ന് ഇങ്ങനെ ഈ സന്തോഷം പങ്കിടാൻ വേണ്ടി മോൻ ഇങ്ങോട്ട് വരികയും ചെയ്തല്ലേ? വരികയും ചെയ്തു. ആ സമയത്തിന് അവരോട് വരികയും ചെയ്തു. അതാണ് ഭയങ്കര സന്തോഷം. കൃത്യസമയത്ത് ഇവിടെ വന്നു. അഭിമാനകരമായ ഒരു നേട്ടമാണ് മോൻ. തീർച്ചയായിട്ടും നല്ല നേട്ടമാണ്. തികച്ചും അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഈ മലയാളി യുവാവ് കൈവരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിൽ വരെ ഈ ബാറ്ററി ഉപയോഗിക്കാം. തികച്ചും പ്രകൃതിദത്തമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. മറ്റു ബാറ്ററികൾ പോലെ തന്നെ പുനരുപയോഗിക്കാൻ കഴിയും. നിർമ്മാണ ചെലവും കുറവാണെന്ന് ദീപു പറയുന്നു. ഏതായാലും ഈ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തത്തോടു കൂടി ലോക വിപണിയിൽ തന്നെ വലിയൊരു സാധ്യത കൂടി തുറന്നിടുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.